ഇവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് വരാനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ രാഷ്ട്രീയ രംഗത്തും പിന്നെ മറ്റ് വിവിധ വിഷയങ്ങളിൽ, ശബരിമല വിഷയങ്ങളിലായാലും പറയുന്നതിൽ കുറേ അധികം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ ഒരു പ്രഡിക്ഷൻ, അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആവില്ല എന്നുള്ള ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. BJPയുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ശശി തരൂർ ആയിരിക്കും. ഈ ശ്രീധരനെ നിലനിർത്തി അല്ലെങ്കിൽ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രി ആഫീസ് വരെ തുറന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ശ്രീധരൻ അവിടെ വലിയ പ്രചരണം നടത്തി. ഈ ശ്രീധരൻ മുഖ്യമന്ത്രി ആവാൻ പോകുന്നില്ല, തോമസ് ജേക്കബും പിന്നെ അങ്ങനെ തുടങ്ങിയ വലിയ വലിയ നേതാക്കളെല്ലാം മന്ത്രിമാരാവുന്നു. അങ്ങനെ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാലക്കാടും ഒക്കെ തുറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഹൈപ്പ് ഉണ്ടാക്കി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഷാഫി പറമ്പിലാണ് ജയിച്ചത്. ഇപ്പോൾ ശശി തരൂരിനെ BJPയിലേക്ക് കൊണ്ടുപോയി മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താനാണ് രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയിരിക്കുന്ന ഡയറക്ഷൻ.